ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു ഏട്ടാ? ഏയ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആള് കുറവായിരിക്കും. ആണോ? അങ്ങനെയാണെങ്കിലേ നമുക്ക് തിരിച്ചു വരുമ്പോ എന്റെ വീട്ടിൽ കൂടെ ഒന്ന് കയറിയിട്ട് വന്നാലോ? പോവാലോ. പിന്നെ സ്റ്റേക്കൊന്നും നിൽക്കല്ലേ. വേണ്ട. അങ്ങനെയാണെങ്കിലേ പടം കഴിഞ്ഞിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛനും നമുക്കൊരു പാഴ്സലോടെ മേടിച്ചാലോ? ആ സർപ്രൈസ് ആയിരിക്കും. ഓക്കെ, പോവാ. പോവാ. അയ്യോ അമ്മേ, അയ്യോ, ആ, അയ്യോ, 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 എന്റെ മോനെ. അമ്മേ, അമ്മ എന്തോ അമ്മേ, അയ്യോ, അമ്മേ എന്തോ പറ്റി അമ്മേ? അയ്യോ, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ടോ. അമ്മ എന്തോ പറ്റി അമ്മേ? എഴുതാനമ്മേ എന്തോ? അയ്യോ മോനെ, ഇവിടെ എന്തൊരു ബാധ ഇരിക്കുന്നു. അയ്യോ അമ്മേ ആ, എന്തോ അമ്മേ ഇത്? അച്ഛാ ആശുപത്രി പോവാം, നമുക്ക് വണ്ടി വിളിക്കാം. ആ, അമ്മേ എന്തോ അമ്മേ? ദാ, വെള്ളം കുടിക്കും. നിങ്ങളവിടെ പോവാണോ? ഞങ്ങൾ സിനിമയ്ക്ക് വിചാരിച്ചിരുന്നയാ. നിങ്ങള് പൊക്കോ. പോടാ. കുഴപ്പമില്ല അമ്മ, ഈ അവസ്ഥ വിട്ടിട്ട് എങ്ങനെ ഞാൻ പോകുന്നേ? കുഴപ്പമില്ല മോനെ, നിങ്ങള് പോ. നിങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല, തിരക്ക് കുറവില്ലയോ, അവിടെ ചെന്നിട്ട് എടുക്കാം. അതാ, എന്നാ മക്കള് പോ. വേണ്ട അമ്മ, ഈ അവസ്ഥ വിട്ടിട്ട് ഞങ്ങൾ പോകുന്നില്ല. എന്നാ തെക്കൻ ചോയ്ക്ക് പോണം. അമ്മയ്ക്ക് ഇവിടെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യോക്കളെ. ചിലപ്പോ തിയേറ്ററിൽ ചെന്നിരുന്ന ഭാരം ഒന്നും മാറിയല്ലോ. അമ്മേ, അപ്പൊ ഞാനോട് ഒരെണ്ണം പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേടാ? അങ്ങോട്ട് വല്ലേ. അയ്യോ, പക്ഷെ ഞാൻ വയ്യാതെ കിടക്കുന്ന ഉടനൊക്കെ നിങ്ങളൊന്ന് അനങ്ങിയോ? എത്ര നാൾ കൊണ്ട് ഞാൻ ഇത് കാണുന്നു. നിനക്ക് നാണാമാനുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളിലേ ആയുള്ളൂ. അവര് പുറത്തോട്ട് പോകുമ്പോൾ നിനക്ക് നീ എന്തിനാ അവരെ കൂടെ ഒരുങ്ങി കെട്ടി പാനിക്കുന്നത്? മനുഷ്യ അവൾക്കോട് കൂടെ എന്റെ കൊച്ചിട്ട് എന്റെ കൊച്ചിനെ പറഞ്ഞുവിടാൻ നിൽക്കുവോ? നീ അവന്റെ ഭാര്യ അവള്, അവന് പിന്നെ പുറത്തോട്ട് പോകത്തില്ലയോ? ആ ഭാര്യ ആയാലും ഭർത്താവായാലും എന്റെ കൊച്ചവിടെങ്കിലും പോന്നെങ്കിൽ ഞാനിവിടെ കൂടെ ഉണ്ടാക്കി പോയാൽ. എന്നാ പിന്നെ എന്തിനാണ് അവനെ പിടിച്ച് കെട്ടിച്ചത്? അവൻ ഇവിടെ വളർത്തിയ പോരാ. അത് ശരി. മനുഷ്യ വേറെ വല്ല കാര്യം ചവിട്ടിയാൻ കിട്ടിയാൽ പോകും. ഇങ്ങനെ കുറെ തള്ളച്ചിമാരുണ്ട്. കല്യാണം കഴിഞ്ഞ പിള്ളേരെ എങ്ങും പോകാൻ പറ്റത്തില്ല. വീട്ടിനകത്ത് തളച്ചിട്ട് അവരെല്ലാ കാര്യത്തിനും ഇടപെട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ എന്റെ പ്രതീക്ഷയൊക്കെ തെറ്റുന്ന കണ്ടാണ്. എന്തോ രാജുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രാജുവേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അമ്മയെ കൊണ്ട് ഒരു രക്ഷയില്ല. നമുക്കൊരു പ്രൈവസിയില്ല. ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല. എന്തായാലും എല്ലാത്തിലും വന്ന് തലയിടും. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു തീരുമാനം എടുക്കാൻ പോലും പറ്റുന്നില്ല. ചേച്ചിയുടെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ, എല്ലാ വീട്ടുകാർക്കും അറിയാം. പിന്നെ ഒറ്റ മോനായിട്ടൊക്കെ വളർത്തിയല്ലേ കൊഞ്ചിച്ചൊക്കെ. അപ്പം അതിൻ്റെ പ്രൊസീനസ് ചേച്ചിക്കുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. വീട്ടിൽ നിന്ന് അച്ഛനമ്മ വിളിച്ചാൽ പോലും ചുറ്റിപ്പറ്റി പുറകെ നടക്കും. എന്താ പറയുന്നത്, ഏതാ പറയുന്നത്. അജീവേട്ടന് സാലറി വരുമ്പോൾ പോലും ആദ്യമേ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കണം. ഇവർ രണ്ടു ദിവസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചോദിക്കും ബാക്കി പൈസ എന്താ ചെയ്തതെന്ന്. നമുക്ക് ഞങ്ങളുടെ ഒരു തീരുമാനം എടുക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ആരെങ്കിലും വന്നാലും അതിൻ്റെ പറയുന്ന ചേച്ചി മാറൂല. ഇവിടെ ആര് വന്നു, എപ്പോൾ വന്നു, എന്തിനു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടേയിരിക്കും. അവിടെ ചെന്നാലും അങ്ങനെ തന്നെ, നമ്മുടെ പുറകിൽ നിന്ന് മാറത്തില്ല. ചേച്ചിയുടെ കുറ്റം വല്ലതും പറയുന്നെങ്കിലും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇത് എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നാൽ പോലും ആദ്യമേ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കണം. എന്നിട്ട് അത് എനിക്ക് തന്നെ കിട്ടുള്ളൂ. എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഞങ്ങൾ വീട് മാറി താമസത്തിന് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എന്നാലും പരാതിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വലിയ കാര്യമൊന്നും ആക്കില്ല. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛനൊരു പാവം. എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് അച്ഛന് സ്വസ്ഥത ഉണ്ടാവില്ല. അറിയാം, പാവത്തിനായിട്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നതൊക്കെ അവിടെ. എന്തോ ചെയ്യാനാ, നമുക്ക് അയൽക്കാരല്ലേ, പിണക്കാൻ പറ്റുമോ? നീ രാജീവിൻ്റെ അടുത്തൊന്നും പറയാറില്ലേ? എത്രയെന്ന് വെച്ചിട്ടാ പറയണേ. ഇനി ഞാൻ നല്ലോണം പറഞ്ഞാൽ വിചാരിക്കും അങ്ങേരുടെ അമ്മ എനിക്കെന്തോ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്. ഇപ്പൊ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മണാലിയുണ്ട്. അവള് ഹണിമൂണിന് ചെല്ലാൻ വേണ്ടി തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്കും രാജീവേട്ടന് സമ്മതമാണ്. പക്ഷെ അമ്മ സമ്മതിക്കാണ്ട് രാജീവേട്ടന് വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് പറയണം.
നീ ചെല്ലി പെട്ടെന്ന്. ഞാൻ പോകുന്ന ചേച്ചി ഇനിയിപ്പോ അത് മതി. ചേച്ചി ഈ പറയുന്ന പോലെ ശ്രുതി അങ്ങനെ ഒരു കൊച്ചാന്ന് എനിക്ക് തോന്നുന്നില്ല. വിളിക്കാനായാലും പറയാനായാലും മിണ്ടാനായാലും എന്തെങ്കിലും തരാനായാലും എന്ത് നല്ല മനസ്സുള്ള ഒരു കൊച്ചാ അത്. എന്റെ പൊന്നിലിങ്ങനെ അവള് നിങ്ങളെ മയക്കി കെട്ടിയൊക്കെ വന്നത് ഈ പെരക്കകത്തോട്ട് പറഞ്ഞ അവളുടെ സ്വഭാവം കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ ഈ പെരക്കകത്ത് വെക്കുന്ന ഒരു സാധനങ്ങളും കഴിക്കത്തില്ല. ഫുഡും കൊണ്ട് തന്നെ ചെറുക്കന്മാരുണ്ടല്ലേ, ഒരു ദിവസം എത്ര വട്ടം കയറി ഇറങ്ങുമെന്ന് അറിയാമോ? എന്നിട്ട് ഈ പെരക്കകത്ത് എന്തെങ്കിലും ഞാൻ പെരക്കകത്ത് പറയോ അത് അപ്പഴേ അവള് തവളെ നല്ല ഫോൺ വിളിച്ച് പറയും. അതൊക്കെ കൊള്ളാമോ ഒരു വീട്ടിൽ താമസിക്കുമ്പോ? അതുപോലെ ഇവക്കുള്ള എന്തുവാ ഒരു കൂട്ടുകാരി ഈ തണുപ്പുള്ള സ്ഥലം ഉണ്ടല്ലേ, ഇപ്പൊ മണാലിയോ, ആ മണാലി ഹണിമൂണിന് പറഞ്ഞ് നിൽക്കുക. ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു കുപ്പി വെള്ളം കുടിച്ചാ അപ്പഴേ കുളിരുമ്പനെ തന്നെ എന്റെ ചെറുക്കനെയും കൊണ്ട് ഞാൻ വിടത്തില്ല. ഇവിടെ ഏതാ സൈസെന്നറിയാമോ? പക്ഷെ ഇത് കോരും ഇവക്ക് എന്റെ കൊച്ചിനെയും കൊണ്ട് അങ്ങ് പോണോന്ന്, അവളെ വീട്ടില് പോണോന്നുള്ളൊരു ഉദ്ദേശം. അവന്റെ പിടി എന്റെ കയ്യിലായോണ്ട് ഇതൊന്നും നടക്കത്തില്ല. ഇവിടെ നടത്താന്ന് അവള് വിചാരിക്കുകയും വേണം. ആ ലീല ചേച്ചി, സുധിയേ, സുധി. എന്തോടത്? ഒന്നുമില്ലമ്മേ. എടാ ഇങ്ങോട്ട് എടുക്ക്, ഇങ്ങോട്ട് തടയത് ഇങ്ങോട്ട് കണ്ടോടി ബേക്കറി പലഹാരം. ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പോയി മേടിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ എന്നോട് പറയണമായിരുന്നോ? എന്റെ കൊച്ചിനെ നാണം കെടുത്താനെ കൊണ്ട് നേരെ ആർപ്പിച്ചേക്കരുത് കേട്ടോ. എന്നാ കൊണ്ടുപോയി കൊടു. ഇങ്ങനെ ഒരു മണോളം ചെയ്യാൻ പോകുന്നുണ്ട്. ലീല, നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി ചേച്ചി. ഞാൻ പോട്ടെ എന്നാ. ആ ഞാൻ തുടങ്ങി വെക്കണമെങ്കിൽ പറഞ്ഞു പഞ്ചത്തിനങ്ങ് പറഞ്ഞു. മോനെ എന്തിനു പിന്നമ്മേ? അത്തേ ഉള്ളു, ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമായില്ലേ? ആ. ഞങ്ങളെ ഹണിമൂണൊന്നും പോയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? അഡ്വഞ്ചർ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയില്ലായിരുന്നോ? അത് ഹണിമൂണാണോ അമ്മേ? അടുത്തല്ലയോ അതൊക്കെ? എന്തുവാടാ നീ ഇന്ന് ഓഫീസിൽ പോയില്ലയോ? ഓഫല്ലേ, വീക്കിലി ഓഫാ. എന്തുവായാലും കൊള്ളാം. ഞങ്ങളൊന്ന് പോട്ടെ. എവിടെ പോവാനാ? അത് ഇവിടെങ്ങും അല്ല. അമ്മ ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മണാലിയിലാണ്. അത് ഇവിടുന്ന് അവള് പറയുന്നത് കേട്ടല്ലേ? അവള് ഞങ്ങളെ ഹണിമൂൺ പോകാൻ വിളിച്ചേക്കാം. ഞങ്ങൾ അങ്ങോട്ട് പോകാനാ തീരുമാനിച്ചേക്കുന്നത്. ദൂരോ? എത്ര ദിവസം വേണം അവിടെ പോണെങ്കിൽ? യാത്ര എല്ലാം കൂടെ ഒരു 10-12 ദിവസം വരും. എത്ര ദിവസം അവിടുത്തെ ലീവ് കിട്ടുമോ? ഞാനങ്ങനെ ലീവൊന്നും എടുക്കാത്തോണ്ട് ലീവൊക്കെ ഞാൻ സെറ്റ് ആവും. ആര് പറഞ്ഞു? എന്നോട് ചോദിച്ചോ ലീവിന്റെ കാര്യം? ലീവ് എടുക്കുന്ന എന്തിനാ ചോദിക്കുന്നേ? എന്നോട് ചോദിക്കണ്ടായോ? ഞാൻ പറഞ്ഞു നിന്നോട് ലീവ് എടുക്കാൻ. അതല്ല, എത്ര രൂപയാവും? PF എടുത്തതിന്റെ പൈസ എടുത്തതിന്റെ ബാക്കി കിടപ്പുണ്ടല്ലോ. നിനക്കൊന്തുമാണ് ഈ പറയുന്നത്? നീ അത്ര ദൂരമൊന്നും വേണ്ട. അതല്ല, 10-15 ദിവസം നിന്നെ കാണാതെ എനിക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതൊന്നും നടക്കത്തില്ല.
എടാ പറ്റത്തില്ല. അച്ഛൻ പറഞ്ഞ പോവായി. അച്ഛൻ പറഞ്ഞു പോവാൻ. അങ്ങനെ അങ്ങനെയാണ് മൂത്തോള്. അതിനോടൊക്കെ ഭയങ്കര തണുപ്പാ. എടാ ഒന്നാമത് വൃശ്ചിക മാസമായ നിനക്ക് ശ്വാസം മുട്ടും അതും ഇതും ഒക്കെയാ. അപ്പൊ അത്രയും തണുപ്പത്തോട്ട് പോയാലോ? വല്ല അസുഖം മക്കൾക്ക് വന്ന അമ്മ എന്തോ ചെയ്യും? അമ്മ ആകെ വിഷമാകും. ആകെ നീ മാത്രമേ ഉള്ളൂ എനിക്ക്. കുറ്റോട്ടം വേണ്ടെന്നല്ലേ ഇവിടെ പറഞ്ഞേ? വലിയ ആഗ്രഹമാണോ? ആണോ? എന്നാ പോകും. പക്ഷെ അത്ര ദൂരം മക്കൾ ഒറ്റയ്ക്ക് വേണ്ട, അമ്മയും കൂടെ. അമ്മേ, ഞങ്ങൾ പോകുന്നില്ല. പിന്നെപ്പോ ഞാൻ വീടാ ആവശ്യമൊന്നുമില്ല. ചെലവാക്കിയാലും ആ ആരാ ഇത്? ആ. നമസ്കാരം. വാ വാ കേറി. ശ്രുതി മോളെ, ആരാ വന്നിരിക്കുന്നത്? അച്ഛനെന്തിനു മുന്നേറിയിട്ടില്ലാണ്ട്? ഒന്ന് വരണമെന്ന് തോന്നി. ഇവിടെ രാജീവ്. ഇവിടെ ഉണ്ട്. രാജീവേട്ടാ. ആ. അച്ഛൻ. അച്ഛാ പോകാനുള്ള തിരക്കിലായിരുന്നു. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. എവിടെ രാജീവിന്റെ അമ്മ? ആ. എന്തുകൊണ്ട് വിശേഷം? ശേഷമൊന്നുമില്ല. എനിക്ക് രാജീവിനെ കൂടെ കാണാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്നത്. അവളെ കൊണ്ടുപോകാൻ വന്നേന്നോ? കൊണ്ടുപോകാൻ വന്നതാണോ എന്ന് വെച്ചാൽ കൊണ്ടുപോകാനും കൂടി വന്നതാണ്. പൊതുവെ ഞാൻ കൊണ്ടുപോകണം, അതല്ല അവൾ ഇനി ഇവിടെ തുടർന്ന് ജീവിക്കണമെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് രാജി. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് വിഷയം? ഇവളുടെ ഒരു കൂട്ടുകാരി മണാലിയിലുണ്ടെന്ന് അറിയാമല്ലോ. ഇവര് ഭയങ്കര ഒരുമിച്ച് പഠിച്ചവരൊക്കെ. അപ്പൊ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവൾക്ക് ഹണിമൂണ് മണാലിയിലായിരിക്കണമെന്ന് അവർ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന ഒരു കാര്യം. പക്ഷെ അത് ഇവർ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചപ്പോഴാണ് കേൾക്കാൻ വലിയ സുഖമില്ലാത്ത 1-2 വാർത്തകൾ കേട്ടത്. അതിന് മാത്രം ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ സുഹൃത്തുക്കളെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവര് കല്യാണം കഴിച്ച പുതുമോടികളല്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ചില യാത്രകളൊക്കെ ഉണ്ട്. അത് നാട്ടു നടപ്പാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലശേഷം കല്യാണം കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോവുക, അല്ല ബന്ധു വീട്ടിൽ പോകുന്നതാണത്. പക്ഷെ ഇപ്പോഴും കല്യാണത്തിന് മുമ്പ് തന്നെ ചെറുക്കനും പെണ്ണോട് ആലോചിച്ചിട്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ട് അപ്പൊ കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോ സമയങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അത് മണാലിയില് ഹണിമൂണിന് പാന്ന് ഞാൻ പറഞ്ഞല്ലേ. അവരവരുടേതായ ചില യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ കൂടെ അവർക്കൊപ്പം പോകണമെന്നൊക്കെ വാശി പിടിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിയല്ലേ പറഞ്ഞു? അയ്യോ അത്രയും ദൂരം കുഞ്ഞിനെ ഒറ്റയ്ക്ക് വാപ്പുകൊണ്ട് വിടാൻ പറ്റില്ല. അതെന്തൊരു വർത്തമാനാണ് രാജീവിന്റെ. ഈ അവക്കള് എന്ന് പറയുന്നത് ശ്രുതി രാജീവിന്റെ വൈഫാണ്. നമ്മള് കുടുംബക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അക്തി സാക്ഷിയെ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്. രാജീവിന്റെ ഹണിമൂണിന്റെ ശ്രുതിയുടെ കൂടെ അല്ലാതെ പിന്നെ വഴി നിൽക്കുന്ന ഒരാളെ വിളിച്ചോണ്ടോ? രാജീവിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 31 വയസ്സ്. 31 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഈ കൊച്ചുകുട്ടിയായിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറണം. അമ്മയുടെ കരുതലിനെ ഞാൻ സമ്മതിച്ചു, അതൊക്കെ നല്ലതാണ്. പക്ഷെ കല്യാണം കഴിച്ച് കഴിയും അയാൾക്ക് അയാളുടെ ഭാര്യയായിട്ടിരിക്കുന്ന സ്വകാര്യതകള്, അവർക്ക് കൊടുക്കേണ്ട പരിഗണന അത് നമ്മൾ കൊടുക്കണം. അവരുടേതായ എല്ലാ രഹസ്യങ്ങളും കയറി നമ്മൾ ഇടപെടുക, അവരുടേതായ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലതല്ല. ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏക മകനാണ് രാജി. നാളെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരുമ്പോൾ മാറി ജീവിക്കണം ഒരു ചിന്ത ഇവർക്ക് വരുമ്പോഴാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. ശരിക്കും ഈ വിഷയം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാര്യം ഇക്കാലത്ത് അച്ഛനമ്മമാരെ ഇതേപോലെ സ്നേഹിക്കുന്ന ഒരു മരുമോനാണല്ലോ എനിക്ക് കിട്ടിയതെന്ന്. കാലത്ത് അങ്ങനെ ഇല്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയെ ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്തോ അല്ലെ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി സെപ്പറേറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ്. അതിൽ നിങ്ങളുടെ മോൻ വളരെ വ്യത്യസ്തനാണ്. പക്ഷെ ഇങ്ങനെ പോയാൽ ആ മോനും മാറി ചിന്തിക്കും, വലിയ സങ്കടമാവും. ഞാൻ പറഞ്ഞത് ശരിയല്ല?
നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കഴിയൂ. അതുപോലെ തന്നെ മോളോടും പറയാം, അവരച്ഛനും അമ്മയും ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിനകത്ത് മോൾ ആവശ്യമില്ലാതെ ഇടപെടരുത്. അവരുടെ കൊടുക്കൽ വാങ്ങലുകൾ, അവരുടെ യാത്രകൾ, അവരുടെ സ്വകാര്യതകൾ അതൊരു ഭാര്യയിൽ അറിയണം. പക്ഷെ അതിൽ കയറി അവകാശം പറയാനോ നിഷേധം പറയാനോ ഒന്നും നിൽക്കാൻ പാടില്ല. അവളങ്ങനെ പറയുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെ അല്ല വളർത്തും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. സുധീർ അച്ഛാ, സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കി. നല്ലത്. രാജീവ് നമുക്ക് വിഷമം തോന്നരുത്. നമ്മുടെ മക്കളായാലും മരുമക്കളായാലും നമ്മൾ കൊടുക്കേണ്ട സ്നേഹവും സ്വാതന്ത്ര്യവും പരിഗണനയൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അതൊന്ന് ഓർത്താൽ മതി.